ഇറാനിൽ എന്തോ വലിയ സംഭവങ്ങൾ അരങ്ങേറുകയാണെന്നും രാജ്യം നിലംപൊത്തുമെന്നും പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി നാടുവിട്ട് കളഞ്ഞുവെന്നുമൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയയെയുമൊക്കെ വശത്താക്കി കച്ചവട താൽപ്പര്യങ്ങൾക്കായി അമേരിക്കയും ഇസ്രായേലും പടച്ചുവിടുന്ന കള്ളക്കഥകൾ അതേ നാണയത്തിൽ പൊളിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. എണ്ണപ്പാടങ്ങൾ പിടിച്ചെടുക്കാൻ ട്രംപും കൂട്ടാളി നെതന്യാഹുവും പതിറ്റാണ്ടുകളായി നടത്തുന്ന ഉപരോധത്തിന്റെ ഭാഗമായി ഇറാന്റെ സാമ്പത്തികാവസ്ഥ അല്പം പിന്നോക്കം പോയെന്നുള്ളത് വാസ്തവമാണ്. എങ്കിലും പാശ്ചാത്യ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന കള്ളക്കഥകളെല്ലാം അപ്പാടെ പൊളിഞ്ഞു വീണിരിക്കുകയാണിപ്പോൾ. ഇറാൻ എപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുന്നുവെന്ന് ഇറാൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആഭ്യന്തര പ്രതിഷേധങ്ങളെ ശാന്തമായി നേരിടുന്നതിനൊപ്പം നെതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും തലയ്ക്കടിക്കുന്ന നടപടിയാണ് ഇറാന്റെ ബുദ്ധികേന്ദ്രങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പ്രതിഷേധങ്ങൾക്കിടയിൽ നുഴഞ്ഞുകയറി ബോധപൂർവം കലാപം ഉണ്ടാക്കിയ മൊസാദിന്റെ ചാരന്മാരെ അല്ലെങ്കിൽ ഇസ്രായേലും അമേരിക്കയും വിലക്കെടുത്ത 1000-ഓളം പേരെയാണ് ഇറാൻ സൈന്യം തിരിച്ചറിഞ്ഞ് രഹസ്യ കേന്ദ്രത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയത്. അന്വേഷണത്തിൽ രാജ്യത്തിന്റെ പരമാധികാരവും സ്ഥിരതയും തകർത്ത് തീവ്രവാദം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഈ ചാരന്മാരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതായും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ നെതന്യാഹുവും ട്രംപും തുമ്മിയാൽ തെറിക്കുന്ന മൂക്ക് അല്ല ഇറാൻ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയും ചെയ്യുകയാണ്. ഇസ്രായേലിനെയും അമേരിക്കൻ സൈനിക താവളങ്ങളെയും ആക്രമിക്കാൻ സർവ്വസന്നാഹവുമൊരുക്കി അതിർത്തിയിൽ വിന്യസിച്ച് ശ്രദ്ധ വഴിതിരിച്ച് വിട്ട ശേഷമായിരുന്നു IRGCയുടെ ഈ ഓപ്പറേഷൻ. ഇസ്രായേലിന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് ആരോപിച്ച് ബഹ്മാൻ ചുബിയാസ്റ്റ് എന്ന വ്യക്തിയെ ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു. ഈ വാർത്ത ഇറാൻ ജുഡീഷ്യറിയുടെ വാർത്താ ഏജൻസിയായ മിസാൻ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രതി ഇറാനിയൻ ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാരന്മാരിൽ ഒരാളായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇറാൻ സർക്കാർ സ്ഥാപനങ്ങളെ ഡാറ്റാബേസ് തേടുകയായിരുന്നു ഇയാളുടെ മൊസാദിന്റെ പ്രധാന ലക്ഷ്യം. അതോടൊപ്പം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ വഴി അന്വേഷിക്കുന്നത് ഉൾപ്പെടെയുള്ള മറ്റു ദ്വിതീയ ലക്ഷ്യങ്ങളും മൊസാദിന് ഉണ്ടായിരുന്നതായി മിസാൻ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദുമായി ബന്ധമുള്ളവരെയും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സൗകര്യമൊരുക്കിയവരെയും നിരവധി പേരെ ഇതിനകം പിടികൂടി ഇറാൻ വധിച്ചിട്ടുണ്ട്. ഇനി നിൽക്കക്കള്ളിയില്ലെന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ ഇറാനുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാട് മാറ്റവുമായി ട്രംപ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും നിലപാടുകൾക്കെതിരെ അമേരിക്കയിലും ഇസ്രായേലിനകത്തും ഇപ്പോൾ കടുത്ത പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. ഇത് മറച്ചുവെക്കാനാണ് ഇറാനിൽ വലിയ സംഭവം അരങ്ങേറുന്നുവെന്ന മട്ടിൽ പാശ്ചാത്യ മാധ്യമങ്ങളെ കൊണ്ട് പ്രചാരണം അഴിച്ചുവിടിപ്പിക്കുന്നത്. ഇത് പൊളിഞ്ഞതെങ്ങനെയാണെന്ന് വെച്ചാൽ ലോസ് ഏഞ്ചൽസിലെ വെസ്റ്റ്വുഡിൽ നടന്ന ഇറാൻ വിരുദ്ധ പ്രകടനത്തിനിടെ ഉണ്ടായ യു-ഹോൾ ട്രക്ക് സംഭവം തന്നെയാണ്. അമേരിക്കൻ സമൂഹത്തിനുള്ളിലെ ആഴത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ വീണ്ടും വെളിച്ചത്താക്കിയിരിക്കുകയാണ് ഈ സംഭവം. ഇറാനിലെ ആഭ്യന്തര സംഭവങ്ങളെ ചൂണ്ടിക്കാട്ടി ജനാധിപത്യത്തിനായുള്ള ഐക്യദാർഢ്യം എന്ന മുദ്രാവാക്യത്തോടെ ആയിരങ്ങൾ ഒത്തുകൂടിയ ഈ റാലി യഥാർത്ഥത്തിൽ മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയങ്ങളെ രാഷ്ട്രീയ ആയുധമാക്കുന്ന അമേരിക്കൻ സമീപനത്തിന്റെ പ്രതിഫലനമായി മാറിയെന്നാണ് വിമർശനം. വിൽഷെയർ ഫെഡറൽ കെട്ടിടത്തിന് സമീപം ഉച്ചയ്ക്ക് ആരംഭിക്കാനിരുന്ന പ്രതിഷേധത്തിനിടെയാണ് ജനക്കൂട്ടത്തിനിടയിലേക്ക് ട്രക്ക് കയറിപ്പോയത്. 2 പേർക്ക് പരിക്കേറ്റ ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഉടൻ തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ വാർത്താ ചാനലുകളിലും നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പ്രകടനത്തിന്റെ ലക്ഷ്യത്തേക്കാൾ അമേരിക്കൻ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഇരട്ടത്താപ്പ് തന്നെയാണ് ഇതിൽ ചർച്ചയായത്. ഈ സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ CBS ന്യൂസ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ മാധ്യമങ്ങൾ നൽകുമ്പോൾ ഒരു നിർണായക ചോദ്യവും ഉയരുന്നുണ്ട്. സമാധാനവും ജനാധിപത്യവും പ്രസംഗിക്കുന്ന രാജ്യം സ്വന്തം മണ്ണിൽ വിദേശ രാജ്യത്തെ ലക്ഷ്യമാക്കി നടത്തുന്ന രാഷ്ട്രീയ പ്രകടനങ്ങളിൽ പോലും സുരക്ഷയും നിയന്ത്രണവും ഉറപ്പാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത്. ഉച്ചയ്ക്ക് 2 മണിയോടെ ആരംഭിക്കാനിരുന്ന റാലിയിൽ വലിയ ജനക്കൂട്ടം എത്തിയെന്നും പിന്നീട് വൈകിട്ട് വരെ പ്രദേശത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്നും ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രീവേ ഓഫ് റാമ്പുകൾ അടച്ചതടക്കം മുൻകരുതലുകൾ എടുത്തിട്ടും ജനക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം കയറിപ്പോയത് സംഭവത്തിന്റെ ഗുരുതര സ്വഭാവം തന്നെ എടുത്തു പറയുകയാണ്. ഷാ വേണ്ട, ഇസ്ലാമിക ഭരണകൂടവും വേണ്ട, അമേരിക്ക 1953 ആവർത്തിക്കരുത് എന്ന പ്രതിഷേധ ട്രക്കിലെ ഈ മുദ്രാവാക്യങ്ങൾ അമേരിക്കയുടെ തന്നെ ഇരുണ്ട ചരിത്രത്തെയാണ് വിചാരണ ചെയ്യുന്നത്. 1953 ഇറാനിലെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് ഷാ ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കാൻ അമേരിക്ക നടത്തിയ ഇടപെടൽ ഇന്നും മായാത്ത മുറിപ്പാടായി അവശേഷിക്കുന്നുണ്ട്. അതിനാൽ ഇറാനിലെ പ്രതിഷേധങ്ങളെ മനുഷ്യാവകാശത്തിന്റെ പേരിൽ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന അമേരിക്ക തന്റെ ചരിത്രപരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. സംഭവത്തിന് പിന്നാലെ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇയാൾ മനഃപൂർവ്വം ജനക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഓടിച്ചതാണോ അല്ലെങ്കിൽ പരിഭ്രാന്തി മൂലമാണോ എന്ന കാര്യത്തിൽ അധികൃതർ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല.
ട്രക്കിൻ്റെ വിൻഷീൽഡ് തകർന്ന നിലയിലും ട്രെയിലർ ശൂന്യമായ നിലയിലും കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രതിഷേധക്കാർ ഡ്രൈവറെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെ കൂടുതൽ അക്രമം ഒഴിവാക്കാൻ ഉദ്യോഗസ്ഥർ ഇടപെട്ടുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു കഴിഞ്ഞു. സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയം ഇതോടെ വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. ഇറാനിലെ പ്രതിഷേധങ്ങളെ ചൊല്ലി 500-ലധികം പേർ കൊല്ലപ്പെട്ടുവെന്ന അവകാശവാദങ്ങൾ അമേരിക്ക ആസ്ഥാനമായുള്ള ആക്ടിവിസ്റ്റുകൾ ഉന്നയിക്കുമ്പോൾ ഏകപക്ഷീയമായ നറേറ്റീവുകൾ മാത്രം പ്രചരിപ്പിക്കുന്ന സമീപനമാണ് പല അമേരിക്കൻ മാധ്യമങ്ങളും സ്വീകരിക്കുന്നതെന്ന് ഇറാൻ അനുകൂല നിരീക്ഷകർ വ്യക്തമാക്കുന്നുണ്ട്. ഉപരോധങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും കൊണ്ട് ഒരു രാജ്യത്തെ അകത്തുനിന്ന് തകർക്കാൻ ശ്രമിക്കുന്ന നയം യഥാർത്ഥത്തിൽ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കുന്നതല്ലാതെ ജനാധിപത്യം വളർത്തുന്നില്ലെന്നാണ് ഇറാൻ്റെ നിലപാട്. ഈ പശ്ചാത്തലത്തിൽ വെസ്റ്റ്വുഡിലെ സംഭവം ഒരു ഒറ്റപ്പെട്ട അപകടമായി മാത്രം കാണാനാകില്ലെന്നും വിദേശ രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന അമേരിക്കൻ സമീപനത്തിൻ്റെ അനിവാര്യമായ പ്രത്യാഘാതങ്ങളിലൊന്നാണ് ഇതെന്നും ഇറാൻ പറയുന്നുണ്ട്. എന്നാൽ ഇറാനെ വിലകുറച്ച് കണ്ടതാണ് നെതന്യാഹുവും ട്രംപിനും തിരിച്ചടിയായത്. കാരണം ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള പേർഷ്യൻ സംസ്കാരത്തിൻ്റെ ചങ്കുറപ്പും സാമ്രാജ്യത്വ ശക്തികളോട് സന്ധിയില്ലാതെ പൊരുതുന്ന ചരിത്രവുമാണ് ഇറാൻ്റേത്. പശ്ചിമേഷ്യയിലെ കരുത്തുറ്റ ഈ ജനതയ്ക്ക് അവരുടെ പതാക പോലും ഇന്ന് വികലമാക്കപ്പെട്ട അവസ്ഥയിൽ കാണപ്പെടേണ്ടി വരികയാണ്. മറിച്ച് അടിച്ചമർത്തലുകൾക്കെതിരെ അവർ ഉയർത്തിപ്പിടിച്ച ആത്മവിശ്വാസത്തിൻ്റെ അടയാളമാണ് ഈ പതാക. എന്നാൽ ഇന്ന് ആ പതാകയുടെ പേരിൽ ഒരു നിഗൂഢമായ ഡിജിറ്റൽ യുദ്ധം തന്നെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന ഈ എക്സ് പ്ലാറ്റ്ഫോം വഴിയാണ് ഇറാൻ്റെ ഔദ്യോഗിക പതാകയെ തന്നിഷ്ടപ്രകാരം മാറ്റിമറിച്ച് കാണിക്കപ്പെടുന്നത്. ഇത് കേവലം ഒരു ഇമോജി മാറ്റമല്ല, മറിച്ച് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ സിലിക്കൺ വാലി നടത്തുന്ന വെല്ലുവിളി കൂടിയായി മാറിയിട്ടുണ്ട്. 1907 ഭരണഘടനാ രാജവാഴ്ച കാലഘട്ടം മുതൽ ദിവ്യശക്തിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന സിംഹത്തിൻ്റെയും സൂര്യൻ്റെയും ചിഹ്നം പഹ്ലവി രാജവാഴ്ച കാലത്താണ് സ്റ്റാൻഡേർഡ് ചെയ്യപ്പെട്ടത്. 1979 ഇറാനിയൻ ജനത വിപ്ലവത്തിലൂടെ തൂത്തെറിഞ്ഞ ആ പഴയ രാജവാഴ്ചയുടെ ചിഹ്നങ്ങൾ ഇപ്പോൾ ഡിജിറ്റൽ ലോകം വഴി തിരികെ കൊണ്ടുവരുന്നത് പ്രക്ഷോഭകാരികളെ പ്രകോപിപ്പിക്കുവാനും വഴിതെറ്റിക്കുവാനുള്ള കൃത്യമായ അജണ്ടയുടെ ഭാഗമായിരുന്നു. ഇറാൻ ഇന്ന് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികളെയും ആഭ്യന്തര സംഘർഷങ്ങളെയും വിദേശ ശക്തികൾ സമർത്ഥമായി ചൂഷണം ചെയ്യുന്നു എന്ന് വേണം പറയാൻ. സമാധാനപരമായി തുടങ്ങിയ പ്രതിഷേധങ്ങളെ അക്രമാസക്തമായ കലാപമാക്കി മാറ്റാൻ ബോധപൂർവമായ ശ്രമങ്ങളാണ് നടന്നത്. ഇതിൽ നിന്നും വ്യക്തമായത് അമേരിക്കയും ഇസ്രായേലും വ്യക്തമായി ഈ ചാരന്മാരെ ഇവിടേക്ക് നുഴഞ്ഞു കയറ്റി എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കി തന്നെയാണ് ഈ ചാരന്മാരെ IRGC ബോധപൂർവം പിടിച്ചുകൊണ്ടുപോയതും. മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ സന്തോഷിപ്പിക്കാൻ പ്രതിഷേധക്കാർ സ്വന്തം തെരുവുകൾ നശിപ്പിക്കുകയാണ് എന്ന് ഖൊമേനി ആരോപിക്കുമ്പോൾ അതിനു പിന്നിലെ വിദേശ ഏജന്റുമാരുടെ സാന്നിധ്യം വ്യക്തമാണ്. ഇറാൻ്റെ ആഭ്യന്തര രാഷ്ട്രീയ സാമൂഹിക സംഘർഷങ്ങളെ വിദേശ ഇൻ്റലിജൻസുകൾ ഏതു വിധേനയും ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് വ്യക്തം. ഇറാനെതിരെ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുന്ന വ്യാജ പ്രചാരണങ്ങൾ ഭീതിജനകമായിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഇതിനേക്കാൾ ഭീകരമാണെന്ന് തോന്നിപ്പിക്കാനാണ് AI യുടെ സഹായത്തോടെ ഇവർ ഈ ചെയ്തികൾ ചെയ്തു കൂട്ടുന്നത്.